സോളാർ കേസിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാനാകില്ലെന്ന് ഹൈക്കോടതി. സരിതയ്ക്ക് വിശ്വാസ്യതയില്ലെന്നും പരാതിക്കാരന് വേണ്ടി പ്രതിക്ക് എങ്ങനെ കേസ് നടത്താനാകുമെന്നും കോടതി ചോദിച്ചു. മുഖ്യമന്ത്രിക്കെതിരായ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്ന് സരിത. തെളിവുകൾ പോലീസിനെ ഏൽപ്പിച്ചാൽ നഷ്ടപ്പെടുമെന്ന ആശങ്കയുണ്ടെന്നും സരിത പറഞ്ഞു. വിശദാംശങ്ങൾ താജുദ്ദീൻ നിയമകാര്യ ലേഖകൻ നൽകും. താജുദ്ദീൻ, സരിതയുടെ ഹർജി പരിഗണിക്കുകയും തള്ളുകയും ചെയ്ത കോടതി കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്തി, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു? സോളാർ തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം വേണമെന്ന സരിത എസ് നായരുടെ ആവശ്യമാണ് ജസ്റ്റിസ് B. കമാൽ പാഷ തള്ളിയത്. പരാതിക്കാരനായ മല്ലേലിൽ ശ്രീധരൻ നായർ കോടതിയെ സമീപിക്കാത്ത സാഹചര്യത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സരിത നായർക്ക് ഇക്കാര്യം ഉന്നയിക്കാനാവില്ല എന്ന് ജസ്റ്റിസ് B. കമാൽ പാഷ വ്യക്തമാക്കുകയായിരുന്നു. ഒപ്പം തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സരിതയെന്നും സരിതയുടെ പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകളാണ് ഉള്ളതെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറലും ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ അസഫ് അലിയും മാറി മാറി കോടതിയെ അറിയിക്കുകയായിരുന്നു. ഈ ഘട്ടത്തിൽ 33 ക്രിമിനൽ കേസിൽ പ്രതിയായ സരിതയെ വിശ്വാസത്തിലെടുക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഒപ്പം തന്നെ സരിത പറയുന്ന കാര്യങ്ങൾ പണത്തിന് വേണ്ടിയാണോ എന്ന കാര്യം സംശയിക്കാതിരിക്കാനാവില്ല. ഈ ഘട്ടത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിക്കാനും കോടതിയിൽ അത്തരമൊരു ഉത്തരവ് സമ്പാദിക്കാനും സരിതയ്ക്ക് അവകാശമില്ല എന്നും കോടതി കണ്ടെത്തി. ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്കടക്കം എതിരായ രേഖകളും തെളിവുകളും തങ്ങളുടെ പക്കലുണ്ടല്ലെന്നും കേസന്വേഷണം നടത്തുന്നവർ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരായതിനാൽ ഇത് അവരുടെ പക്ഷം നൽകാനാവില്ല എന്നും സരിതയുടെ അഭിഭാഷകൻ കോടതി അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് സരിതയുടെ കൈവശമുള്ള തെളിവുകൾ വിചാരണ കോടതിയിൽ യഥാക്രമം ഹാജരാക്കുന്നതിന് തടസ്സമില്ല എന്ന കോടതി ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ CBI അന്വേഷണത്തിന് ഉത്തരവിടാനാവില്ല. 33 ക്രിമിനൽ കേസുകൾ പ്രതിയായ സരിതയുടെ വാക്കുകൾ വിശ്വസിക്കാനുമാവില്ല. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കേണ്ടത് പരാതിക്കാരനായ മല്ലേലിൽ ശ്രീധരൻ നായരാണ്. മല്ലേലിൽ ശ്രീധരൻ നായർ കോടതിയിൽ ഹാജരായി ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കാത്ത സാഹചര്യത്തിൽ പ്രതിയായ സരിതയ്ക്ക് CBI അന്വേഷണത്തിന് കോടതിയിൽ ഹർജി നൽകാൻ അവകാശമില്ല. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരം ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു ഹർജിക്ക് കളമാക്കുന്നതിന് കോടതിയെ കളിക്കളമാക്കരുത് എന്നും കടുത്ത താക്കീതാണ് കോടതി ഉത്തരവിൽ സരിതയ്ക്ക് നൽകിയത്. താജുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്. പീപ്പിൾ TV ബിഗ് ബ്രേക്കിംഗ്. സരിതയുടെ ഫോൺ വിശദാംശങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിത നേരിട്ട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. ഔദ്യോഗിക ഫോണിലൂടെയും പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയുടെ ഫോണിലൂടെയുമായിരുന്നു സംഭാഷണം. തമ്പാനൂർ രവിയുമായാണ് ഈ സരിത ഏറ്റവും കൂടുതൽ തവണ ഫോണിൽ ബന്ധപ്പെട്ടത്. ആര്യടൻ മുഹമ്മദ്, ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, ഹൈബീഡൻ എന്നിവരും സരിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടു. 2015 മാർച്ച് മുതൽ ഒരു വർഷത്തെ രേഖകളാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. സരിത നായരും മുഖ്യമന്ത്രിയും തമ്മിൽ 2015 മാർച്ച് 1 ടെലിഫോൺ സംഭാഷണം 50 സെക്കൻഡ് നീണ്ടുനിന്നു. CM-ഉമായിട്ട് എൻ്റെ 2 ഫോണിൽ നിന്നും ഞാൻ 2014 ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം, അതായത് ഒരു മിഡ് 2014 ശേഷം ഓഗസ്റ്റ് തൊട്ട് ഏകദേശം 6 തവണയോളം 2014-2015 കാലഘട്ടത്തിലും 2015 കാലഘട്ടത്തിൽ ഒരു പ്രാവശ്യമാണ് സാറിൻ്റെ ഔദ്യോഗിക ഫോണിലേക്ക് ഞാൻ വിളിച്ചിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തികളും സരിതയും തമ്മിൽ നിരന്തരം ബന്ധപ്പെട്ടതിൻ്റെയും തെളിവുകളാണ് പുറത്തുവരുന്നത്. സരിത നായർ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇവരുമായെല്ലാം ഫോണിൽ സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വാസുദേവ ശർമ്മയും സരിതയുമായി 34 തവണയാണ് സംസാരിച്ചത്. 2015 ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലായിരുന്നു ഇത്. മുഖ്യമന്ത്രിയുടെ വലംകൈയായി അറിയപ്പെടുന്ന ബെന്നി ബെഹന്നാൻ സരിതയുമായി 80 തവണയാണ് ഫോണിൽ ബന്ധപ്പെട്ടത്. മറ്റൊരു പ്രമുഖനായ തമ്പാനൂർ രവി 515 തവണയാണ് സരിതയുമായി സംസാരിച്ചത്. സരിത സോളാർ കമ്മീഷനിൽ മൊഴി നൽകാനെത്തിയ സമയത്ത് തമ്പാനൂർ രവിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണം പുറത്തു വന്നിരുന്നു. ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി മൊഴി നൽകണമെന്നായിരുന്നു ഉള്ളടക്കം. സരിതയ്ക്ക് 3 നമ്പറുകളുണ്ടെങ്കിലും 9544023627 എന്ന നമ്പറിലായിരുന്നു വിളികൾ അധികവും. ഹൈബീഡൻ MLA 18 തവണയാണ് സരിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടതെങ്കിൽ മന്ത്രി ആര്യടൻ മുഹമ്മദ് 41 തവണയാണ് ബന്ധപ്പെട്ടത്. മന്ത്രി അടൂർ പ്രകാശ് 2 തവണയും സരിതയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടു. ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം സരിതയുമായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരും എന്തിന് ഇത്രയേറെ തവണ ഫോണിൽ ബന്ധപ്പെട്ടു എന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത്. സരിത നായരെ അറിയുകയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോഴും പറയുന്നത്. KG ദിനകർ, തിരുവനന്തപുരം. സരിതയെ പീഡിപ്പിച്ച മുഖ്യമന്ത്രിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്ന് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിമാരുടെയും മുഖം മൂടി അഴിഞ്ഞു വീണുവെന്നും UDF-നെ ബഹിഷ്കരിക്കാൻ കേരള ജനത തയ്യാറാകണമെന്നും VS കൊച്ചിയിൽ പറഞ്ഞു. നിയമത്തിൻ്റെ മുമ്പിൽ നിയമം മുഖ്യമന്ത്രിയെന്നോ അല്ലാത്തവനെന്നോ ഉള്ള തരത്തിലുള്ള വ്യത്യാസം നിയമം അനുവദിക്കുന്നില്ല.
അതുകൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇവർക്കെതിരായി നടപടിയെടുക്കാൻ ധൈര്യമായി മിസ്റ്റർ ഉമ്മൻചാണ്ടി തയ്യാറാകേണ്ടതാണ്. സരിത ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരോപണവും യാഥാർത്ഥ്യവും രണ്ടും രണ്ടാണ്. ആരോപണം ആർക്കും ഉന്നയിക്കാമെന്നും കേരളത്തിൽ നടക്കുന്നത് ഇതാണെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. സരിത പറയുന്ന കാര്യങ്ങളിൽ 1% ശരിയുണ്ടെങ്കിൽ അത് ഗുരുതരമായ സ്ഥിതിയെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സരിതയുടെ കത്തിന് പിന്നിൽ വൻ സാമ്പത്തിക ശക്തിയുണ്ടെന്നും ആരോപിച്ചു. ആക്ഷേപം എന്നെ അത്ഭുതപ്പെടുത്തി. അവര് എഴുതിയെന്ന് പറയുന്ന ഒരു കത്ത് ഇവിടെ പലയിടത്തും ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. അന്നൊന്നും എൻ്റെ പേര് ഉയർന്നു വന്നിരുന്നില്ല. ഈ കത്തിനെക്കുറിച്ച് ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ട്. കത്ത് ഞാൻ കണ്ടു. അപ്പം നിങ്ങൾക്കും വളരെ താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ മുഖ്യമന്ത്രി അതിൽ പെടുവോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ. അപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. അതുപോലെ തന്നെ ജയിൽ DGP സോളാർ കമ്മീഷൻ വിസ്തരിച്ചപ്പം അദ്ദേഹത്തോട് ഇതേ ചോദ്യം തന്നെ വന്നു. അദ്ദേഹം പറഞ്ഞു ഇല്ല. സോളാർ കമ്മീഷനിൽ ശ്രീമതി സരിതയെ ബിജു രാധാകൃഷ്ണൻ ക്രോസ് ചെയ്തപ്പം ഇതേ ചോദ്യം ചോദിച്ചു. അവരത് നിഷേധിച്ചു. അങ്ങനെയൊന്ന് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞത് ഔദ്യോഗിക രേഖകളിൽ, കമ്മീഷൻ്റെ ഔദ്യോഗിക രേഖകളിൽ കിടക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയൊരു കത്ത് വന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ സാധ്യതകൾ അനുദിനം തെളിഞ്ഞ് വരുമ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ധരിച്ചിരുന്നത് അതും നഷ്ടമായപ്പോൾ UDFൻ്റെ സാധ്യതകൾ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തുന്നൊരു ഗൂഢാലോചനയാണ്. ഇതിനകത്ത് വൻ സാമ്പത്തിക ശക്തിയുണ്ട്. ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായി UDFനെ തോൽപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരുടെ ബന്ധമുണ്ട്. അല്ലെങ്കിൽ ഇതുവരെ പറഞ്ഞിരുന്നതിന് ഘടകവിരുദ്ധമായി എങ്ങനെ ഇതുപോലൊരു ആരോപണം വരും? അപ്പം UDFൻ്റെ സാധ്യതകളെ ഒന്ന് തടസ്സപ്പെടുത്താൻ സാധിക്കുമോ എന്ന് നോക്കുക. കഴിഞ്ഞ 5 കൊല്ലം എല്ലാം നോക്കി, ഒന്നും നടന്നില്ലല്ലോ. മുഖ്യമന്ത്രിക്കെതിരായ കത്ത് പുറത്തു വന്നതിന് ശേഷം സരിതയ്ക്ക് ഭീഷണി. കൊന്നുകളയുമെന്ന് ഫോണിലൂടെയാണ് ഭീഷണി. പീപ്പിൾ TVയുടെ അന്യോന്യത്തിനിടെയും പരിപാടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഭീഷണി സന്ദേശം ലഭിച്ചതായി സരിത പറഞ്ഞു. മുഖ്യമന്ത്രിക്കെതിരെ ലെറ്റർ ഓൺ ചെയ്ത സമയം തൊട്ട് കോൾസ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ രാവിലെ ഒരു 9 മണി തൊട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കോൾസ് വരുന്നുണ്ട്. ഫോൺ താഴെ വെക്കാൻ പറ്റുന്നില്ല. ഇപ്പം നിങ്ങളുമായിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്തും സെയിം എൻ്റെ ബ്രദർ ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലർ കോൺഗ്രസ്സുകാരാണെന്ന് പറയുന്നുണ്ട്, ചിലർ പിന്നെ പുറത്തുനിന്ന് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പല നെറ്റ് കോൾസ് നിന്നും വിളിച്ചിട്ട് പിന്നെ കാല് തട്ടും, അടികൊണ്ട് ചാവും എന്നൊക്കെയാണ് പറയുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ പറയരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹൈക്കമാൻഡ് വെട്ടിനിരത്തുമെന്ന് ഉറപ്പായതോടെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ബെന്നി ബെഹനാന്റെ നാടകീയമായ പിന്മാറ്റം. ഹൈക്കമാൻഡിൽ ലിസ്റ്റ് പ്രഖ്യാപിക്കാനിരിക്കെ താൻ പിന്മാറുന്നതായി ബെന്നി മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു. സുധീറിന് ഇഷ്ടമില്ലെങ്കിൽ താൻ മത്സരിക്കാനില്ലെന്ന് ബെന്നി ബെഹനാൻ പറഞ്ഞു. അതേസമയം കൊച്ചിയിൽ ബെന്നിക്ക് അനുകൂലമായി പ്രവർത്തകർ പ്രകടനം നടത്തി. വിശദാംശങ്ങളുമായി ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഇന്ന് തന്നെ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയും ബെന്നിയെ വെട്ടിമാറ്റാൻ ഒരുങ്ങുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി ഇടപെട്ടുകൊണ്ട് ആ സാഹചര്യത്തിലാണ് ബെന്നി ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ വിളിച്ച് താൻ പിന്മാറുന്നു എന്ന കാര്യം പറഞ്ഞത്. എന്തൊക്കെയാണ് ഒരു പക്ഷേ രാഷ്ട്രീയമായി അരങ്ങേറിയത്? ബെന്നിക്ക് അനുകൂലമായിട്ടടക്കം പ്രകടനങ്ങൾ വരുന്നു. ഏതൊക്കെ രീതിയിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം പുരോഗമിക്കുന്നു? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ബെന്നി ബെഹനാൻ നാടകീയമായി പിന്മാറുകയാണ് എന്ന് പ്രഖ്യാപിച്ചത്. മാധ്യമങ്ങളെല്ലാം വിളിച്ചുകൂട്ടിയാണ് അദ്ദേഹം ഇത്തരത്തിൽ താൻ മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് അറിയിച്ചത്. അതിന് കാരണമായി പറഞ്ഞത് പ്രധാനമായും KPCC പ്രസിഡന്റ് VM സുധീരന്റെ താല്പര്യത്തിന് വിരുദ്ധമായി താൻ മത്സരിക്കുന്നത് ശരിയല്ല എന്ന ഒരു തോന്നലാണ് തനിക്കുള്ളത്. പ്രത്യേകിച്ചും VM സുധീരൻ മറ്റു ചില പേരുകളാണ്
തൃക്കാക്കര മണ്ഡലത്തിലേക്കായി ഹൈക്കമാൻഡിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി താൻ മത്സരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് താൻ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുന്നു എന്നാണ് ബെന്നി ബെഹനാൻ അറിയിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ തനിക്ക് മണ്ഡലത്തിൽ നിന്നോ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ നിന്നോ തനിക്ക് യാതൊരു വിയോജിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ KPCC പ്രസിഡന്റ് ഇങ്ങനെ ഒരു നിലപാടെടുത്ത സാഹചര്യത്തിൽ താൻ പിന്മാറുകയാണ് എന്ന് അറിയിച്ചു. അത് ബന്ധപ്പെട്ടവരെ, മുഖ്യമന്ത്രി അടക്കമുള്ള വേണ്ടപ്പെട്ടവരെ എല്ലാം തന്നെ അക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നും ബെന്നി ബെഹനാൻ പറയുകയുണ്ടായി. ബെന്നി ബെഹനാൻ ഈ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തിയതിന് പിറകെ ബെന്നി ബെഹനാൻ അനുകൂലമായി കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തുകയുണ്ടായി. KPCC പ്രസിഡന്റ് VM സുധീറിനെതിരെ രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രകടനം. ഇതിനു പിറകെ ബെന്നി ബെഹനാനെ ഹൈബി ഈഡൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കൊച്ചി മേയർ KV തോമസ് തുടങ്ങി നിരവധി പേർ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഹൈക്കമാൻഡ് പട്ടിക പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് താൻ പിൻവാങ്ങുകയാണ് എന്ന് നാടകീയമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രതീഷ്. ഉമേഷാണ് വിവരങ്ങൾ നൽകി. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തിറങ്ങാൻ സാധ്യത. ആരോപണ വിധേയരായ മന്ത്രിമാർക്ക് വീണ്ടും സീറ്റ് നൽകിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങുക. TN പ്രതാപൻ, മന്ത്രി CN ബാലകൃഷ്ണൻ തുടങ്ങി സ്വയം ഒഴിയാൻ തയ്യാറായ 4 MLA-മാരെ ഒഴിവാക്കുന്നതോടുകൂടി 35 സിറ്റിംഗ് MLA-മാർ വീണ്ടും മത്സരിക്കും. വിശദാംശങ്ങൾ സന്തോഷ് നൽകും ദില്ലിയിൽ നിന്നും. സന്തോഷ്, എപ്പോഴായിരിക്കും പട്ടിക പുറത്തിറങ്ങുക? എന്തൊക്കെയാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കാൻ പോകുന്നത്? പ്രജീഷ്, വൈകുന്നേരം 6 മണിയോടുകൂടി പട്ടിക പുറത്തിറങ്ങും എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. നേരത്തെ ഇന്നലെ പറഞ്ഞിരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി പട്ടിക പുറത്തിറങ്ങും എന്നാണ്. പിന്നീട് അത് വൈകി ഇപ്പോൾ 6 മണിക്ക് പട്ടിക പുറത്തിറങ്ങും എന്നുള്ള വിവരം ലഭ്യമാകുന്നു. 86 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് ഹൈക്കമാൻഡ് പുറത്തിറക്കുന്നത്. ഇതിൽ തന്നെ 33 സിറ്റിംഗ് MLA-മാർ മത്സരിക്കുന്നുണ്ട്. ആര്യാടൻ മുഹമ്മദ്, CN ബാലകൃഷ്ണൻ, പേറമ്പിൾ രാമകൃഷ്ണൻ, PA മാധവൻ, TN പ്രതാപൻ, ബെന്നി ബെഹനാൻ എന്നിവർ ഒഴികെയുള്ള സിറ്റിംഗ് MLA-മാരാണ് ഈ പട്ടികയിൽ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നത്. ഇന്നലെ കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി ചർച്ചയിലും അതോടൊപ്പം തന്നെ ബെന്നി ബെഹനാൻ മത്സരിക്കുമെന്ന് തന്നെയായിരുന്നു ലഭ്യമായ സൂചനകൾ. എന്നാൽ ഇന്നലെ വൈകി രാഹുൽ ഗാന്ധിയുടെ ഇടപെടലോടുകൂടി ബെന്നി ബെഹനാനെ മാറ്റി പകരം PT തോമസിനെ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡ് എടുത്തു എന്നും അറിയാൻ കഴിയുന്നു. ഇന്നലെ തന്നെ ഈ PM സുധീരന്റെ ആവശ്യപ്രകാരം ആരോപണ വിധേയരായ 5 പേരെ മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കടുംപിടുത്തവും ഉമ്മൻചാണ്ടിയുടെ പിടിവാശിയും മൂലം ഹൈക്കമാൻഡിന് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കം സുധീരനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതും അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനെതിരെയുള്ള ചെറിയ ഒരു സൂചന കൂടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. സന്തോഷാണ് വിവരങ്ങൾ നൽകി. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ 1ാം-ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. അസമിൽ 65 മണ്ഡലങ്ങളിലേക്കും പശ്ചിമബംഗാളിൽ 18 മണ്ഡലങ്ങളിലേക്കുമാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയും BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സർബാനന്ദ സോനോവാളും ഇന്ന് അസമിൽ നിന്നും ജനവിധി തേടുന്നുണ്ട്. വിശദാംശങ്ങൾ മനുശങ്കർ നൽകും. മനു, ഇതുവരെയുള്ള വോട്ടിംഗ് ശതമാനം എങ്ങനെ? അനിഷ്ട സംഭവങ്ങൾ 2 സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ? വോട്ടിംഗ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ 76% വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. 18 മണ്ഡലങ്ങളിലേക്കാണ് ഈ 1ാം-ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ പുരുളിയ ജില്ലയിൽ 9 മണ്ഡലങ്ങൾ, ബാങ്കുറയിൽ 3, പടിഞ്ഞാറൻ മെദിനിപ്പൂരിൽ 6 മണ്ഡലങ്ങളാണ് ഉൾപ്പെടുന്നത്. ഇതിൽ തന്നെ 13ഓളം മണ്ഡലങ്ങൾ മാവോയിസ്റ്റ് സ്വാധീനം മേഖലകളാണ്. ഇവയിൽ 13ഇടത്തും 4 മണിയോടുകൂടി വോട്ടെടുപ്പ് അവസാനിച്ചിട്ടുണ്ട്. ഇവിടെയും 73% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റു 5 മണ്ഡലങ്ങളിൽ വോട്ടിംഗ് 6 മണിയോടുകൂടി അവസാനിക്കും. 4945 ബൂത്തുകളിൽ 40 ലക്ഷം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി എത്തുന്നത്. അതോടൊപ്പം ആസാമിൽ 126 മണ്ഡലങ്ങളിൽ 2 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 65 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടിംഗ് നടക്കുന്നത്. 43 വനിതാ സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 539 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നുണ്ട്. ഇതിൽ പ്രധാനമായും കോൺഗ്രസിന്റെ തരുൺ ഗൊഗോയിയും ഒപ്പം BJP-യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സർബാനന്ദ സോനോവാളുമാണ് ഇന്ന് ജനവിധി തേടുന്നവരിൽ പ്രമുഖർ. ബംഗ്ലാദേശി അഭയാർത്ഥികളോടും